ഇന്നും ഒരു റീപാക്കിംഗ് ബിസിനസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 3 രൂപ അല്ലെങ്കിൽ മാക്സിമം 4 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നു. അതേ പ്രോഡക്റ്റ് തന്നെ നമ്മൾ 16 മുതൽ 20 രൂപ വരെ റേറ്റിൽ വിൽക്കുന്നു. അത്തരത്തിലുള്ള വളരെ ലാഭം ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. വ്യക്തമാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഡൗട്ടുകൾ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ എല്ലാം തന്നെ ഇപ്പോൾ ഏതാണ്ടൊക്കെ എല്ലാ 60% ആളുകൾക്കും കാറുകൾ ഉണ്ട്, ഇല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ ഉണ്ട്. അപ്പോൾ കാറ് ഉള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ ബിസിനസ് മുമ്പോട്ട് പോകുന്നത്. മെയിൻലി നമ്മൾ കാറിൽ ഒരു 5-10 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിൻഷീൽഡിൽ, വിൻ ഗ്ലാസിൽ നമുക്ക് നല്ല രീതിയിൽ പൊടി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വിഷൻ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് വൈപ്പർ അടിച്ചു കൊടുക്കും. വൈപ്പറിൽ നിന്ന് വെള്ളം ചീറ്റി വന്ന് വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. ആ പൊടിയോടുകൂടിയാണ് അത് വൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ ഗ്ലാസിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഒരു വണ്ടി വാങ്ങി 2 വർഷം കൊണ്ട് തന്നെ സ്ക്രാച്ച് മാക്സിമം അതിൽ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ സ്ക്രാച്ച് വരാതെ നമുക്ക് വിൻ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ പറയുന്നത്. അതാണ് കാർ വാഷിംഗ് ടാബ്ലറ്റ്. ഇത്തരത്തിലുള്ള ചെറിയ ടാബ്ലറ്റുകൾ നമുക്ക് ഹോൾസെയിലിൽ അവൈലബിൾ ആണ്. ഈ ഹോൾസെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ടാബ്ലറ്റുകൾ വാങ്ങി നമുക്ക് പാക്കറ്റായിട്ട് തന്നെ അവർ തരും. ഇനി അതല്ലെങ്കിൽ നമ്മൾ റീപാക്ക് ചെയ്ത് നമുക്ക് മാക്സിമം റേറ്റിൽ വിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ചെയ്യേണ്ടത്, നമ്മൾ ഈ ടാബ്ലറ്റ് ഒരെണ്ണം എടുത്ത് നമ്മളുടെ വൈപ്പർ ടാങ്കിൽ ഇടുകയാണ് വേണ്ടത്. വൈപ്പർ ടാങ്കിൽ ഇടുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ 4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 തൊട്ട് 4 ലിറ്റർ വെള്ളം വരെ ആവശ്യമായിട്ട് വരും. അതിനുശേഷം അടയ്ക്കുക. അത് ഡയല്യൂട്ട് ആകും. ഡയല്യൂട്ട് ആയതിനു ശേഷം നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ്, സിട്രിക് ആസിഡ്, ആക്റ്റീവ് എൻസൈംസ്, പോളിമർ, ലൂബ്രിക്കൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു സാധനം വെച്ച് വൈപ്പ് ചെയ്യുമ്പോൾ അതിനൊരു തെന്നൽ ഉണ്ടായിരിക്കും. അതായത് സോപ്പ്, ഫോഗ് എല്ലാം കൂടിയാണ് വരുന്നത്. ആ തെന്നലിൽ ഈ പൊടികൾ വൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് ആകില്ല ഗ്ലാസുമായിട്ട്. അവിടെയാണ് നമ്മളുടെ രക്ഷയ്ക്ക് ഈ ടാബ്ലറ്റ് എത്തുന്നത്. അപ്പോൾ ഈ ടാബ്ലറ്റിന്റെ വില എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3 രൂപയ്ക്ക് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓൺലൈനിൽ 5 ടാബ്ലറ്റിന് 95 രൂപ മുതൽ വില വീഴുന്നുണ്ട്. 10 ടാബ്ലറ്റ് ആണെങ്കിൽ അത് 165, 175, 200 രൂപയുടെ റേഞ്ചിലോട്ടാണ് പോകുന്നത്. അതേ ടാബ്ലറ്റ് തന്നെ ഹോൾസെയിലിൽ ലഭിക്കുമ്പോൾ 3 രൂപ, 3.5 രൂപ, 4 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ ബൾക്കായിട്ട് എടുക്കേണ്ടി വരും എന്ന് മാത്രം. അങ്ങനെ ബൾക്കായിട്ട് എടുത്ത് നമുക്ക് മിനിമം ഒരു 10,000 രൂപയ്ക്കെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള വിലയ്ക്ക് നമുക്ക് ഇത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്ത് റീപാക്ക് ചെയ്ത് വിൽക്കുകയാണ് നമ്മളുടെ പരിപാടി. വളരെ നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന, വളരെ ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ശരി, ബിസിനസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു. വളരെ നല്ല കാര്യം, നല്ല ബിസിനസ് ആണ്. ഇനി ഇതെങ്ങനെ വിപണനം ചെയ്യും എന്ന് കൂടി പറ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇത് വിപണനം ചെയ്യാൻ പല മാർഗങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്ന്, മെയിൻലി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വിൽക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ GST മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. ഇനി നിങ്ങൾക്ക് തൽക്കാലം GST എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. അതായത് വീടാന്തരം, ഓഫീസാന്തരം നമുക്ക് ഈ സാധനം വിൽക്കാവുന്നതാണ്. കാരണം ഈ പ്രോഡക്റ്റ് ഡിനൈ ചെയ്യുന്ന കാര്യമേ ഇല്ല. ഓൺലൈനിൽ ഇത് 95 രൂപയ്ക്കാണ് 5 ടാബ്ലറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 80 രൂപയിലേക്ക് താഴാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 70 രൂപയിലേക്ക് താഴാവുന്നതാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും. അതായത് പെർ ടാബ്ലറ്റ് 14 രൂപ ഇട്ട് വിറ്റാൽ പോലും നിങ്ങൾക്ക് പെർ ടാബ്ലറ്റ് 10 രൂപ ലാഭം കിട്ടും. ആ രീതിയിൽ നിങ്ങൾക്ക് വീടാന്തരം ഇത് വിൽക്കാവുന്നതാണ്. ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ടാബ്ലറ്റ് 5 എണ്ണമായിരിക്കും നമ്മൾ ഒരു പാക്കറ്റിൽ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ 10 എണ്ണമായിരിക്കും. അത് തീർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള ഡീറ്റെയിൽസും നിങ്ങൾ കൊടുത്തിട്ടേ പോരാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ ഇവിടെ കച്ചവടം നടക്കും. 2, സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ച്, ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇത് നമ്മളുടെ കൂട്ടുകാരിലേക്ക്, നമ്മളെ അറിയുന്നവരിലേക്ക് എത്തിക്കാൻ പറ്റും. അതിലൂടെയും നമുക്ക് വിപണനം നടത്താൻ പറ്റും. 3ാമത്തെ രീതി, കാർ വർക്ക്ഷോപ്പുകൾ, കാർ ആക്സസറീസ് കിട്ടുന്ന സ്ഥലങ്ങൾ, ഇല്ലെങ്കിൽ സാധാരണ വർക്ക്ഷോപ്പുകൾ, ഇവിടെയെല്ലാം നമുക്ക് ഇത്
വിപണനം ചെയ്യാൻ പറ്റും. ഈ ടാബ്ലറ്റ് കൊണ്ട് കാർ മാത്രമേ കഴുകാവൂ എന്നില്ല. അല്ലാതെ ഓട്ടോറിക്ഷ, പിക്കപ്പ് ഇല്ലെങ്കിൽ ടിപ്പർ ഏത് വേണമെങ്കിലും നമുക്ക് കഴുകാം. വൈപ്പർ ടാങ്കിലിട്ടോ അല്ലാതെ നമുക്ക് ബക്കറ്റിൽ ഒരു ടാബ്ലറ്റിന് 4 ലിറ്റർ വെള്ളമെങ്കിലും എടുക്കണം എന്നേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിലും ഇത് കഴുകാൻ ഉപയോഗിക്കാവുന്നതാണ്. മറ്റുള്ള സാധാരണഗതിയിൽ കാറുകാർ ഉപയോഗിക്കുന്നത് കോളിൻ പോലെയുള്ള ലിക്വിഡുകളാണ്. അത് വളരെ കോസ്റ്റ്ലി ആണ്. ആ സ്ഥാനത്ത് ഇത് വളരെ കോസ്റ്റ് കുറഞ്ഞ് ലഭിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. ഏതാണ്ടൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് കരുതുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.